വീണ്ടും വാർത്തയിലേക്ക് PFI നിരോധനം ശരിവെച്ച UAPA ട്രൈബ്യൂണൽ ജസ്റ്റിസ് ദിനേശ് കുമാർ അധ്യക്ഷനായ ട്രൈബ്യൂണലിന്റേതാണ് നടപടി. പോപ്പുലർ ഫ്രണ്ടിനും അനുബന്ധ സംഘടനകൾക്കും സെപ്റ്റംബർ 28 ഏർപ്പെടുത്തിയ നിരോധനമാണ് ട്രൈബ്യൂണൽ ശരിവെച്ചിരിക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇതിൽ ട്രൈബ്യൂണൽ PFI ഉൾപ്പെടെ കേട്ടുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഈ കേന്ദ്ര സർക്കാർ നിരത്തിയ തെളിവുകൾക്ക് പുറമെ സ്വന്തം നിലയിലുള്ള അന്വേഷണവും സ്വാഭാവികമായും ട്രൈബ്യൂണൽ നടത്തിയിട്ടുണ്ടാകും. ട്രൈബ്യൂണലിന് ഏത് തരത്തിലും സ്വതന്ത്രമായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പോലും ഇതിൽ നിലപാട് സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ നിരോധനത്തിലേക്ക് നയിച്ച കാര്യങ്ങളെ ഒക്കെയും ശരിവെക്കുകയാണ് ട്രൈബ്യൂണൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PFIയെ സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമാണ്. 5 വർഷത്തെ ബാനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള ഭീകര സംഘടനകളുമായുള്ള ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള ബാനാണ്. അതുകൊണ്ട് തന്നെ അത് നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം തന്നെയല്ലേ ട്രൈബ്യൂണലിന്റെ ഈ ഉത്തരവിലൂടെ ഉണ്ടാകാൻ പോകുന്നത്? ഈ മൂന്ന്, അതായത് പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട്, ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ അടക്കമുള്ള 8 അനുബന്ധ സംഘടനകൾ, ഈ സംഘടനകളെല്ലാം പ്രധാനമായും ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ ഈ സാമൂഹ്യ സേവന രംഗത്ത് അല്ലെങ്കിൽ അധസ്ഥിത വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു, അതിനുവേണ്ടി അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഒരു വശത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ മറയാക്കിക്കൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത് എന്ന ഒരു നിർണായകമായ കണ്ടെത്തലായിരുന്നു. അത്തരത്തിലുള്ള തെളിവുകളായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് NIA കോടതിയിൽ സമർപ്പിച്ചത്. അത് അന്ന് സമർപ്പിച്ച തെളിവുകൾ അത് കൃത്യമാണ് എന്ന് ഈ വിധിയിലൂടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം ഈ ട്രിബ്യൂണൽ ഇത്തരത്തിലൊരു തീരുമാനം അംഗീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് വിശദമായി പരിഗണിക്കുമ്പോൾ, ഈ കേസ് വിശദമായി പരിഗണിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെയും നിരോധിച്ച എല്ലാ സംഘടനകളുടെയും ഭാഗത്തു നിന്നുള്ള ഭാഗം, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള വിശദീകരണം അത് കൃത്യമായി കേട്ടതിന് ശേഷം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മറ്റ് ആക്ഷേപങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾ അത് കൃത്യമായി പരിഗണിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ്, അതീവ നിർണായകമായ ഒരു ഉത്തരവ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ രാജ്യത്ത് അതിന്റെ സമാന ചിന്താഗതിയുള്ള മുഴുവൻ സംഘടനകളുടെയും ഈ 8 അനുബന്ധ സംഘടനകളുടെയും പ്രവർത്തനം പൂർണ്ണമായി നിരോധിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെ കൂടി ഈ ട്രൈബ്യൂണൽ ഉത്തരവ് സ്വാധീനിക്കില്ലേ? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി കോടതിയിലടക്കം NIA കോടതിയിലടക്കം നിലനിൽക്കുന്ന എല്ലാ കേസുകളെയും ഈ ഉത്തരവ് സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഈ ദേശീയ അന്വേഷണ ഏജൻസി ആദ്യം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാർജ് ഷീറ്റ് കഴിഞ്ഞ ദിവസം അടക്കം NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ട്രിബ്യൂണലിന്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിർണായകമായ വിധിയും അവിടെ വീണ്ടും ചർച്ചകൾക്ക് വിധേയമാണ്.